ആൻസി, നീ എന്താ പുറത്തെ ലൈറ്റൊന്നും ഇടാത്ത? എന്താ ബാഗ് എടുത്ത് വെച്ചിരിക്കുന്നേ? നീ എന്താ വല്ലയിടത്തോട്ടും പുറപ്പെട്ടു പോവാണോ? ഞാനല്ല, നിങ്ങളുടെ സാധനങ്ങളൊക്കെയാ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം, പക്ഷേ അതിനു മുന്നേ എന്റെ ചില ചെറിയ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറ്റൂ? ഞാൻ എന്തിനാ നിന്റെ അടുത്ത് കള്ളം പറയുന്നേ? എന്നോട് കള്ളം പറഞ്ഞിട്ടേ ഇല്ല. ചിലപ്പോ വഴക്കൊഴിവാക്കാൻ വേണ്ടി ചില നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ എല്ലാ ഭർത്താക്കന്മാരും ചെയ്യാറുള്ളതാ. ഇതുവരെ പറഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയാമോ? നീ ചോദിക്ക്. സത്യം പറയാൻ പറ്റൂ? ആദ്യത്തെ ചോദ്യം. പറ്റും. ആരാ അനീറ്റ തോമസ്? എടി, ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാങ്ക് മാനേജർ ഹരിലാലിന്റെ വൈഫായിരുന്നു. പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞു. പിരിയാൻ എന്താ കാരണം? എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. എന്തുകൊണ്ടാ ധാരണ ഇല്ലാത്തത്? ജോൺസിന്റെ ബോധം പോയായിരുന്നോ? നിനക്ക് എന്ത് പറ്റി ആൻസി? അതുപോട്ടെ, അനീറ്റ തോമസിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു കേട്ടുള്ള അറിവ്? ഹരിലാലിന്റെ വൈഫാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ആ സ്ത്രീ മറ്റൊരാളുമായി ഇഷ്ടത്തിലായി. അത് ഹരിലാൽ അറിഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ തെറ്റി. ഹരിലാൽ അറിഞ്ഞ ഉടനെ അങ്ങ് തെറ്റിയോ? അതോ വിശ്വസനീയമായ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടാണോ തെറ്റിയത്? തെളിവെന്താ? സംശയം തോന്നി. വൈഫിനോട് ശരിയാണോ എന്ന് ചോദിച്ചു. അവര് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ പിരിഞ്ഞു. അനീറ്റ തോമസുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ പിന്നെ എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്ന് ആർക്കറിയാം? അവരൊന്നിച്ച് ജീവിച്ചു കാണുമായിരിക്കും. കല്യാണം കഴിക്കാതെയോ? നമ്മൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നേ? എനിക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി ജോൺസേ. അത് ഞാൻ അങ്ങോട്ട് പറയാം. ഒരു രാത്രി ഹരിലാൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ ആ ചെറുപ്പക്കാരനും അനീറ്റ തോമസും അവരുടെ ബെഡ്റൂമിലുണ്ട്. ഇതൊക്കെ നിന്നോടാര് പറഞ്ഞു? ഉച്ചയൂണും കഴിഞ്ഞ് മയങ്ങാൻ കിടന്നപ്പോ സ്വപ്നത്തിൽ കണ്ടതാ. അവരെ 2 പേരെയും കൈയോടെ പിടിച്ച് ഹരിലാൽ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഉടനെ പോലീസ് എത്തി 2 പേരെയും അപ്പൊ തന്നെ പിടിച്ചോണ്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ കല്യാണം കഴിപ്പിച്ചു. ആ പോലീസ് സ്റ്റേഷന്റെ പേരും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. കാന്തിവലി പോലീസ് സ്റ്റേഷൻ. എന്റെ സ്വപ്നത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ ജോൺസേ?